ഒരേ കേസിൽ മലപ്പുറം തിരൂർ പോലീസ് 2 ഫൈൻ അടപ്പിച്ചതായി പരാതി. വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഫൈൻ അടപ്പിച്ചതിന് പുറമെ കോടതിയിലും ഫൈൻ അടപ്പിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ തിരൂർ ഡിവൈഎസ്പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ എഡിജിപി നിർദ്ദേശം നൽകി. 2024 മെയിലാണ് കേസിനാസ്പദമായ സംഭവം. തിരൂർ കാരത്തൂരിൽ വെച്ച് പരാതിക്കാരനായ അരിക്കാഞ്ചിറ സ്വദേശി മുഹമ്മദ് അസ്ലം സഞ്ചരിച്ച ബൈക്കിന് ഫൈൻ നൽകിയതുമായി ബന്ധപ്പെട്ടാണ് പരാതി. തിരൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ ഡ്രൈവർ ഫോൺ പിടിച്ചുവാങ്ങുകയും സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശവും നൽകിയിരുന്നു. തൊട്ടടുത്ത ദിവസം സ്റ്റേഷനിലെത്തിയപ്പോൾ 2000 രൂപ ഫൈൻ അടച്ചു പോകാൻ SHO നിർദ്ദേശം നൽകിയെങ്കിലും ഡ്രൈവർ ഫോൺ വിട്ടു നൽകാതെ ദിവസങ്ങളോളം സ്റ്റേഷനിലേക്ക് വരുത്തിയതായാണ് പരാതി. ലാസ്റ്റ് മൂപ്പർ പറഞ്ഞു 2000 രൂപ ഫൈൻ അടച്ചോളി, എന്നിട്ട് ഫോൺ വാങ്ങി പോയിക്കോളി തന്നെ. അങ്ങനെ ഈ ഫോൺ ആരെടുത്താൽ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഡ്രൈവറെ എടുത്താന്ന് പറഞ്ഞു. ഡ്രൈവർ ഒരു 2-3 ദിവസം നമ്മളെ ആ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിച്ചങ്ങാണ്ട് അങ്ങനെ കൊണ്ടുനടന്ന് പിന്നെ ഒരു ദിവസം ചെന്നപ്പോൾ ഡ്രൈവറെ കിട്ടി. അപ്പോൾ ഫോണ് ഒരു 4-5 ഫോൺ ഒരുമിച്ച് എടുത്തുകൊടുന്നത് പറഞ്ഞ് പിന്നെ ഇതാണ് ഫോൺ, ഇതിലേതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ഫോണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫോണ് ചാലു വെക്കാൻ പറഞ്ഞപ്പോൾ ഫോണിൽ ചാർജില്ല. അങ്ങനെ അവിടുന്ന് ഇതിൻ്റെ ചാർജർ എടുത്തുകൊണ്ടിരണം, വീട്ടിൽ പോയി എടുത്തുകൊണ്ടിരണം എന്ന് പറഞ്ഞിട്ട് പറവണ്ണയിലേക്ക് വീണ്ടും കുട്ടികളെ പറഞ്ഞയച്ചു. അതേസമയം സ്റ്റേഷനിൽ ഫൈൻ അടച്ച് ദിവസങ്ങൾക്കകം തന്നെ ഇതേ കേസിൽ കോടതിയിലും ഫൈൻ അടക്കണമെന്ന് കാണിച്ച് സമൻസ് വരികയും വീണ്ടും കോടതിയിൽ ഫൈൻ അടക്കേണ്ടി വന്നതായും പരാതിക്കാർ പറയുന്നു. ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷമുണ്ട് കോടതിയിൽ നിന്ന് വിളി വരുന്നത്. ഇങ്ങനെ വണ്ടിക്ക് ഫൈനുണ്ട്, ഫൈൻ അടക്കണം, കോടതിയിൽ അടക്കണം, അർജൻറ്റാണെന്ന് പറഞ്ഞിട്ട് നാളെ കാലത്ത് 10 മണിക്ക് വരണം, കോടതിയിൽ ഫൈൻ അടക്കണം തന്നെ. ചെന്ന് നോക്കിയപ്പം ഇതേ കേസ് കോടതിയിൽ ഫൈൻ ആക്കിയിരിക്കണം. അങ്ങനെ കോടതിയിലും ഫൈൻ അടക്കേണ്ടതാണ്. വിഷയത്തിൽ ADGPക്ക് നൽകിയ പരാതിയിൽ തിരൂർ ഡിവൈഎസ്പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പരാതി വ്യാജമാണെന്നാണ് പോലീസ് പറയുന്നത്. മീഡിയ 1 തിരൂർ.